ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു മഴക്കാലവും മഴക്കെടുതിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ സമയത്തൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊച്ചു കുട്ടികളെ വെള്ളം കാണിക്കാനും വെള്ളക്കെട്ട് കാണിക്കാനും ഒന്നും പുറത്ത് അല്ലെങ്കിൽ അവിടെ പോകാതിരിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ ശരിക്കും ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ പറമ്പിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയത്. വൈകിട്ടൊരു 11-12 മണിയൊക്കെ ആയപ്പോൾ നല്ല ശക്തമായ മഴ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 5 വർഷത്തോളമായി നമ്മൾ ഈ സ്ഥലം മേടിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ പെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് കുത്തിയൊലിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയൊരു കൈത്തോട് പോലുണ്ട് നമ്മുടെ പറമ്പിൻ്റെ സൈഡിലൂടെ. അപ്പം ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഒരു 12 മണി ആയപ്പോൾ തന്നെ അതിശക്തമായ രീതിയിൽ, രാത്രി വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്, അതിശക്തമായ രീതിയിലായിരുന്നു ഇതിലൊക്കെ ഉള്ള ഒഴുക്ക്. ഇപ്പോൾ അത് നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി വരുന്നുണ്ട് മുകളിൽ നിന്ന്. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വെള്ളക്കെട്ടൊന്നും കാണാനായിട്ട് അങ്ങനെ പുറത്ത് പോകാതിരിക്കുക. നമ്മൾ നല്ല നീന്തലുകാരൊക്കെയാണ് നമ്മൾ സ്വയം പറയുമെങ്കിലും ഇങ്ങനെ ഈ ചെറിയ ആറ്റിലൂടെയും അല്ലെങ്കിൽ തോട്ടിലൂടെ ഉള്ള ഒഴുക്കൊന്നും നമുക്ക് ഈ മഴയത്ത് എന്തൊക്കെ സാധനങ്ങൾ ഒഴുകി വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നിലയില്ലാതൊക്കെ വരും. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇത് നമുക്ക് നമ്മുടെ പറമ്പിലൊരു രസകരമായ ഒരു അനുഭവമാണ്. ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു രസകരമായ അനുഭവമാണ്. നമുക്ക് കാണുമ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നും. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ മഴക്കെടുതി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമമാണ് നമുക്കുണ്ടാകുക. കാരണം ഒരു കണക്കിന് നമ്മളൊക്കെ സേഫായിട്ട് ഒരിടത്ത് ഇരിക്കുന്നു. ഒരുപാട് പേര് ഈ മഴക്കെടുതിയുടെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ ഈ കുളമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാവിലെ വറ്റി, അതായത് വറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-500 ലിറ്റർ വെള്ളം ഏറ്റവും അടിയിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ആ കുളം നിറഞ്ഞ് പൂർണ്ണമായിട്ടും. നമ്മൾ ആ പൊടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് അത് കാണുന്ന മറ്റുള്ള ഭാഗം. അപ്പം ഈ കുളത്തിലെ വെള്ളം ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് നിറഞ്ഞതാണ്. ഈ കുളത്തിൽ നിന്ന് വെള്ളം ഇനിയിപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് കയറും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ പാറ പൊട്ടിച്ച ഭാഗം നമ്മൾ നികത്തി എടുത്തതാണ്. അപ്പം ആ വെള്ളം ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ കുളം കുറച്ച് ഭാഗം പിന്നെ നിർത്തിയിരിക്കുക. അല്ലെങ്കിൽ ആ പറമ്പ് മുഴുവൻ വെള്ളം കയറത്തില്ലേ. അപ്പം നമ്മളെ കൃഷിയൊക്കെ നശിച്ചു പോകും. അപ്പോൾ കുറച്ച് ഭാഗം നമ്മളിപ്പോഴും ആ കുളമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ പാറ പൊട്ടിച്ച ഭാഗമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഉറവ വരുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. ഇത് ഒരു മൺതിട്ടയാണ്. ആ തിട്ടയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരികയാണ്. ഉറവയാണിത്, ഒഴുകി വരികയാണ്. നമുക്ക് താഴെ കൂടെ വെള്ളം ഒഴുകുന്ന കാണാം, കുറച്ച് ഭാഗം കാണാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല ശുദ്ധമായ ജലമാണ് ഇത് ഒഴുകി പോകുന്നത്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, നന്ദി, താങ്ക് യു.